നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടുവർ. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ ഒരു വിങ്ങറാണ്. ഇപ്പോൾ ഈ വിങ്ങറിൻ്റെ പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു ഓണേഴ്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ശിവരാജേൻ്റെയാണ് ഈ ഒരു വിങ്ങർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ചേട്ടനെ വിളിച്ചിട്ട് ഈ ഒരു വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ ശിവരാജനുണ്ട്. ചേട്ടാ നമസ്കാരം. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് നമ്മളോട് ഇതിൻ്റെ ഒരു ഓണേഴ്സ് റിവ്യൂ ചെയ്യണം, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ട അടുത്ത് എത്തുക. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഒരു വിങ്ങറിലേക്ക് എത്തി അതൊന്ന് പറയാമോ? വിങ്ങർ എന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ കാരണം വെച്ചാൽ ഞാൻ ട്രാവലർ എടുക്കാൻ പോയ ആളാണ്. ഞാൻ കുറച്ച് വണ്ടികളൊക്കെ നോക്കി. അപ്പോൾ ട്രാവലറിനെ അപേക്ഷിച്ച് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലൊക്കെ ഒരുപാട് പണിയാണ്ട്, എന്നാൽ മാത്രമേ നമുക്കത് റോഡിലിറങ്ങി ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ വിങ്ങർ എന്ന് വെച്ചാൽ പോയപ്പോൾ 2018-ലോ 19-ലോ ഞാൻ ഈ പോയി സാധനം വണ്ടി പോയി നോക്കിയതാ. അന്ന് അവൈലബിൾ ആയിട്ടുള്ള ആംബുലൻസ് മാത്രമാണ്. അപ്പോൾ അന്ന് നോക്കി അതോടെ മണ്ണുത്തീനെ പോയി നോക്കി, പോപ്പുലറിൽ നോക്കി. പക്ഷെ നമുക്ക് കിട്ടിയില്ല, വണ്ടി കിട്ടിയില്ല. പിന്നെ ഞാനത് വിട്ടു. പിന്നെ രണ്ടാമത് ഇൻസ്റ്റയിലാണ് ഇതിന്റെ വണ്ടിയുടെ കുറിച്ച് കണ്ടത്. ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഞാൻ ഒന്ന് പോയി അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് വണ്ടികളൊന്നും തൃശ്ശൂരിൽ അധികം ഓടിക്കണ്ടില്ല. അപ്പോൾ ഞാൻ കുന്നംകുളത്ത് ഒരു സ്ഥലത്ത് പോയി ഒരു വണ്ടി കണ്ടു. നമുക്ക് ഓടിച്ചൊന്നും നോക്കിയില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ AC ഒക്കെ നോക്കി കുഴപ്പമില്ല, വണ്ടി കാണാനും കുഴപ്പമില്ല. അപ്പം ഞാൻ ഡ്രൈവറോട് ചോദിച്ചു എങ്ങനെയുണ്ട് വണ്ടി. അപ്പോൾ സ്വതവേ ആൾ പറഞ്ഞു കുഴപ്പമില്ല, വണ്ടി രസമാണ്, ഓടിക്കാനും കുഴപ്പമില്ല, ചാട്ടം കാര്യങ്ങളൊന്നും കുലുക്കൊക്കെ കുറവാണ്. ഞാനൊരു ടെക്നീഷ്യനാണ്. അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേടിയില്ല. അങ്ങനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഈ വണ്ടി പോയി നോക്കി. അപ്പോൾ അതിൽ പോയി ഇവിടെ ടാറ്റ പോപ്പുലറിൽ പോയി ബുക്ക് ചെയ്തു. വണ്ടി എടുത്തു. ഇപ്പോൾ 7000 സംതിങ് കിലോമീറ്ററായി. ഇതുവരെ നമുക്ക് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഇത് ഇനിയും അതുപോലെ പിന്നെ സർവീസ് സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. അല്ല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല. ഇതിൽ പാസഞ്ചേഴ്സിന് ചാട്ടം കുറവുണ്ട്, കുലുക്കം കുറവുണ്ട്. ഹൈ റേഞ്ച് പോകുമ്പോഴും ചാട്ടം കുറവുണ്ട്. അതാണ് ഇതിൻ്റെ അഡ്വഞ്ചറായിരിക്കും നമുക്ക് കാണേണ്ടത്. പിന്നെ ലീഫ് കണ്ടണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്. കൂടുതൽ ലീഫ് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഹാർഡായിരിക്കും വണ്ടി. യാത്ര ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നത് കുഴപ്പമില്ലാന്ന്, യാത്ര സുഖം ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ പാക്കേജ് സെഗ്മെന്റിലേക്കൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യ സമയത്തൊക്കെ വിങ്ങർ ഭയങ്കര കുറവായിരുന്നു. വിങ്ങർ ആളുകൾ വിളിച്ചു വിടത്തില്ല, കൂടുതലും ട്രാവലറല്ല, പിന്നെ കാർ സെഗ്മെന്റിലേക്കൊക്കെ പോകുന്നത്. ഈ വിങ്ങർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പാക്കേജിലേക്ക് വണ്ടി പോകുന്നുണ്ടോ? എങ്ങനെയുണ്ട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന്? പാക്കേജിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാക്കേജ് ഓടിയില്ല. അപ്പോൾ പാക്കേജിൽ പോകാൻ പറ്റും എന്ന് വെച്ചാൽ അത്യാവശ്യം ഡിക്കി സ്പേസ് ഉണ്ട്. അതിലും അത്യാവശ്യം നമുക്ക് ട്രാവലറിനെ അപേക്ഷിച്ച് അതിനൊക്കെ കുറച്ചും കൂടി ഡിക്കി സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ വണ്ടി. പിന്നെ ഇത് ട്രാവലറാണോ അല്ല, എന്നാൽ ഒരു കാർ ഓടിക്കുന്ന ലാഭത്തിൽ നമുക്കിത് ഓടിക്കാൻ പറ്റും. ഒരു ചെറിയ വണ്ടി സംഭവം വണ്ടി വലിപ്പമുണ്ട്, എന്നാലും ചെറിയൊരു കാർ ഓടിക്കുന്ന ലാഭത്തിൽ ഇത് കൊണ്ടുനടക്കാം. ഒരു ഇന്നോവയുടെ ചെലവിൽ നമുക്ക് ഇത് സാധനം കൊണ്ടുനടക്കാം. എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്? ഞാനൊരു സൈലോ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഡീസൽ ചെലവിൽ നമുക്കിത് കൊണ്ടുനടക്കാം. ട്രാവലറിന് അത്രയും ഡീസൽ ചെലവ് നമുക്കിതിന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ആഡ്ബ്ലൂ ഉള്ള മോഡലല്ലേ? ആഡ്ബ്ലൂ ഉള്ള മോഡൽ. കൺസ്ട്രക്ഷൻ അത്ര ഫീൽ ചെയ്തിട്ടില്ല എനിക്ക്. ഇപ്പോൾ ഞാനിത് എടുക്കുമ്പോൾ ഇവർ ഫില്ല് ചെയ്ത് തന്നിട്ട് ഇതുവരെ ഞാൻ വേറെ ഫില്ല് ചെയ്തിട്ടില്ല. ഈ സെഗ്മെന്റുള്ള ഇപ്പോൾ നമ്മൾ ട്രാവലാണല്ലോ, ഇപ്പോൾ മറ്റു വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ചിലവ് എങ്ങനെയുണ്ട്? ഓൾ ടോട്ടൽ ചിലവുകളെ പറ്റി പറയുമ്പോൾ ഒന്ന് സർവീസ് കോസ്റ്റ്, പിന്നെ ഫ്യൂവലിൻ്റെ, പിന്നെ ഇപ്പോൾ ഇതിൽ ആഡ്ബ്ലൂ വരുന്നുണ്ട്. അതിനപേക്ഷിച്ച് ബാക്കി ഈ സെഗ്മെന്റിലുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഇതിന് ചിലവ് കുറവാണ്. വണ്ടി കാണുമ്പോൾ കുഞ്ഞിതാണെങ്കിലും പലർക്കും ഉള്ളൊരു പ്രധാന പ്രശ്നം വണ്ടിക്കകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ, ഭയങ്കര കൺജഷൻ ആയിരിക്കും. ശരിക്കും അങ്ങനെ ഒരു ഫീൽ ഈ പാസഞ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും? പാസഞ്ചേഴ്സ് ഇതിന് വരണേക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ട്രാവൽ ചെയ്യണേക്ക് മുമ്പ് ഇതിൽ എനിക്ക് നിൽക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വെച്ചാൽ ഇപ്പൊ അടുത്തൊരു ഊട്ടി ഞാൻ പോകുമ്പോൾ അവർ വണ്ടി കണ്ടിട്ടില്ല. ടാറ്റ വിങ്ങർ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ചെറിയ വണ്ടിയാണ്, പണ്ടുണ്ടായിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി അപേക്ഷിച്ച് ഞാൻ ലാസ്റ്റ് ഒരാളെ നിർത്തിയിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ പാസഞ്ചേഴ്സിന് കൊണ്ടുപോയത്. അവർ പോയി ട്രാവൽ ചെയ്ത് വരുമ്പോൾ അവർ ഹാപ്പി ആയിരുന്നു. നമ്മൾ അപ്പോൾ ഹൈ റേഞ്ച് ഊട്ടി കൊടൈക്കനാൽ പോലത്തെ റേഞ്ചിലൊക്കെ കയറുമ്പോൾ വണ്ടിയുടെ വലിവ് എങ്ങനെയുണ്ട്? അതാണ് പ്രധാന ഒരു വണ്ടി വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പതുങ്ങും. അത് വെച്ചാൽ സാധാ വണ്ടി എല്ലാ വണ്ടികളും പോലെ AC ഇട്ട് പതുങ്ങും. നോർമലി AC ഇല്ലെങ്കിൽ വണ്ടി കയറിപ്പോകും. റണ്ണിങ്ങിൽ അച്ഛങ്ങ ഫസ്റ്റ് ഗിയർ ഇടേണ്ട ആവശ്യമില്ല. ചവിട്ട് മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗിയർ എടുക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. സെക്കൻഡിൽ തേളിൽ കയറിപ്പോക്കോളും. വലിയെന്ന് പറയുമ്പോഴത്തേന് നമുക്കിപ്പോൾ മറ്റ് സെഗ്മെന്റുള്ള വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം നല്ല ആ ഒരു RPM വെച്ച് നല്ല
പെട്ടെന്ന് ചാടി കയറി പോകുന്നൊരു ഫീലുണ്ട്. ഇതിനെ വെച്ച് ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനെ അത്ര ഒരു ഇനീഷ്യൽ പവർ കിട്ടുന്നുണ്ടോ? സഡൻലി നമ്മൾ ചവിട്ടി നിർത്തിയിട്ട് ഞാൻ ഇപ്പോൾ 14 ആൾക്കാരെ ഫില്ല് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചവിട്ടി നിർത്തിയിട്ട് എടുക്കുമ്പോൾ വണ്ടി കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുങ്ങളൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഭയങ്കരമായിട്ട് ഹൈ റേഞ്ച് റേസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, കയറി പൊക്കോളും. പിന്നെ വണ്ടി ചവിട്ടി ഹൈ റേഞ്ചിൽ ഇപ്പോൾ ഒരു കുത്തനെ കയറ്റത്താണ്, ഒരു ഹെയർ പിന്നെ വളഞ്ഞ് കയറി പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചവിട്ടാതെ കയറി പോകാൻ വെച്ചാൽ വണ്ടി സെക്കൻഡിൽ കയറി പൊക്കോളും. ഫസ്റ്റ് കയറേണ്ട ആവശ്യമില്ല. നമ്മൾ വയനാട് പോകുമ്പോൾ ആ ഒരു നല്ലൊരു തിരിവുണ്ട്, ഒരു ബ്രിക്സ് വെച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ഓൾറെഡി നമുക്ക് ചവിട്ടി നിർത്തിയിട്ട് പോകണം. നമുക്കിത് വണ്ടി റണ്ണിങ് വീൽ റൊട്ടേഷൻ ഉണ്ട് വെച്ചാൽ സെക്കൻഡിൽ കയറി പൊക്കോളും. ബ്രേക്കിന്റെ കാര്യം പറയുമ്പോൾ ഇറക്കമൊക്കെ വരുമ്പോൾ പോകുന്ന ഫില്ലാതെ വരുമ്പോഴത്തേനെ നല്ല രീതിക്കാണല്ലോ വരുന്നത്. ബ്രേക്ക് എങ്ങനെയുണ്ട്? ബ്രേക്ക് വലിയ വണ്ടി ഉപയോഗിച്ചതിന് ബ്രേക്ക് ഉണ്ട്. എന്നുവെച്ചാൽ ബാക്കി എല്ലാ വണ്ടിയും ഞാൻ ഒരു എല്ലാ വണ്ടികളും ഓടിക്കുന്നതിനും കൂടി കുറച്ചൊക്കെ വണ്ടികൾ ഓടിച്ചിട്ടുള്ള ബ്രേക്ക് ഉണ്ടാവില്ല. നമ്മൾ ഗിയറിന് പോലെ നിർത്തണം. ഗിയറിലായിരിക്കും ചവിട്ടി ഇറക്കി പോവാം. പക്ഷേ ഇത് ബ്രേക്ക് ചവിട്ടി കിട്ടും നല്ലതായിട്ട്. എന്നുവെച്ചാൽ നമ്മൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ട് മലയ്ക്കാണ് പോയത്. ചെറിയൊരു ഓട്ടം ലോക്കൽ ഓടിയതിന് ശേഷം പിന്നെ ഹൈ റേഞ്ച് വീട്ടിൽ മലയ്ക്കാം. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഇതിന്റെ ബ്രേക്ക്. നമുക്കിതിനെ കുറിച്ച് അറിയില്ല, ആരും പറഞ്ഞിട്ടുള്ളൊരു ധൈര്യത്തിലല്ല. ഞാൻ എൻ്റെ ധൈര്യത്തിലാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ വണ്ടി കുഴപ്പമുണ്ടായില്ല, ഒരു കുഴപ്പമില്ല. അതിൽ എല്ലാം 14 ആൾക്ക് ഫീൽഡിലുണ്ടായിരുന്നു. അവർ യാത്ര കുഴപ്പമില്ല. അതുപോലെ ഈ ലാത്തലിനെ പറ്റി പറയാനുള്ളത്, നമ്മളിപ്പോൾ ഹൈ റേഞ്ച് പോകുമ്പോഴത്തേനാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വീശുമ്പോൾ ഒലച്ചിലില്ല വണ്ടിക്ക്. ഇല്ല ഒലച്ചിൽ നിന്ന് കുറെ പാടെന്ന് വെച്ചാൽ വണ്ടി ഡ്രൈവ് ചെയ്യണതിനനുസരിച്ചാ ഡ്രൈവറുടെ കയ്യിലാണ് കുറച്ച് ഒലച്ചിലിന്റെ. ഇപ്പം ഞാൻ ഉദാഹരണം പറയണം, നമ്മളിപ്പോൾ ഈ കുട്ടിക്കാനത്ത് നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ കണ്ടിട്ടില്ല ഇങ്ങനെ തിരിവ് റോഡ് നല്ല ചവിട്ടി കളിച്ചും കുഴപ്പമില്ല. വീശ് ഓടിച്ച് പോയി ഏത് വണ്ടിയോ ചോലയും. ഇത് വിങ്ങർ നല്ല ട്രാവലറിലെ ഏത് വണ്ടി മനസ്സിലായി. പക്ഷേ പൊതുവെ നോർമലി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേന് ഈ പറഞ്ഞില്ല പ്രശ്നമൊന്നും ഇല്ല. ഓൾ ടോട്ടൽ എന്താണ് വണ്ടിയെ പറ്റി പറയാനുള്ളത്? വണ്ടിയെ കുറിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 7000 സംതിങ് കിലോമീറ്റർ ഓടിയുണ്ട്. ഞാൻ ഹാപ്പിയാണ്. അടവൊക്കെ എന്ത് വരുന്നുണ്ട് ഇതിന്? നമുക്ക് നമ്മുടെ വണ്ടിക്ക് 32,660 രൂപ അടവ് വരുന്നുണ്ട്. ടാക്സും കാര്യങ്ങളൊക്കെ? ടാക്സ് 7,200 രൂപ ടാക്സ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എ സിയുടെ കൂളിങ്ങിനെ പറ്റി പറയാൻ വേണ്ടി, എ സി കൂളിംഗ് ബെർത്ത് എ സി കാരണം ഒരു പാസഞ്ചർ ഇരിക്കാൻ അവളുടെ തലയിലാണ് എ സി, അതുകൊണ്ട് നല്ല കൂളിംഗ് ഉണ്ട്. അപ്പോൾ അവൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ആയി പോകുന്നില്ലല്ലോ. നേരെ ഹെഡിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കുറച്ച് തണുപ്പ് കുറഞ്ഞാലും അവന് തണുപ്പിന്റെ ഫീൽ ചെയ്യും. അത്രയും നമുക്കും വേണ്ടോ. പുതിയതായിട്ട് ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യം പോലെ എടുത്തോ, വണ്ടി അടിപൊളിയാണ്. എന്നോട് 2-3 എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ നല്ല വണ്ടിയാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നല്ല വെറുതെ നല്ല വണ്ടിയാണെന്നല്ല, ഇതുവരെ ഓടിച്ച ഈ 7000 സംതിങ് കിലോമീറ്ററിൽ ഓടിച്ചതിൽ ഞാൻ ഹാപ്പിയാണ്. ബാക്കി വണ്ടർ ഫുൾ പെർഫോമൻസ് ആണെങ്കിൽ 10,000 കിലോമീറ്റർ ഓടണം. അപ്പോൾ ഏതായാലും ചേട്ടാ വലിയൊരു താങ്ക്സ് ഉണ്ട്. നമുക്ക് ഏതായാലും കാണാം. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കുറച്ചുകൂടെ ഇതൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാര്യം ഇഷ്ടപ്പെടുന്ന വരുന്ന അടുത്ത നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾ വിഷ്ണു കൊടു സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ്.